അല്ലാഹുവിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച, അങ്ങേയറ്റം പ്രവർത്തിച്ച ഏറ്റവും വലിയ നവോത്ഥാന നായകൻ, ആ മഹാനുഭാവൻ കൊളുത്തുവെച്ച ദീപശിഖ കേരളക്കരയിലെ ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ ഏറ്റെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, 12ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ലോകത്ത് വൈജ്ഞാനികമായ ഒരു വലിയ വിസ്ഫോടനം തന്നെ ഉണ്ടായി. ലോകത്തെ അറിവിന്റെ കേന്ദ്രമായി, സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും ഈറ്റില്ലവും പൊറ്റില്ലവുമായി ബാഗ്ദാദ് പട്ടണം അറിയപ്പെട്ടു. അന്ന് ലോകത്തെ എല്ലാ തരത്തിലുള്ള വിജ്ഞാനത്തിന്റെയും ഉടമകളും അടിമകളും മുസ്ലിങ്ങളായി തീർന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതൊക്കെ ഗ്രന്ഥങ്ങളുണ്ടോ ആ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ബാഗ്ദാദിന്റെ മണ്ണിൽ ലഭ്യമാകുന്ന രൂപത്തിലുള്ള വിശാലമായിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ലൈബ്രറികൾ അവിടെ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ ആ വിജ്ഞാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വെളിച്ചമായിട്ട് കേരളത്തിലും അതിൻ്റെതായ അലയലികളുണ്ടായി. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അന്യസമൂഹങ്ങളിൽ നിന്ന്, അന്യ സമുദായങ്ങളിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ കടന്നു വന്നുവെങ്കിലും അവർക്ക് മതത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൈമാറുവാൻ ഇവിടെ ഒരു പണ്ഡിത നേതൃത്വവും സമുദായ നേതൃത്വവും ഇല്ലാതെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 15-16 നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന, ദീനിനെ സംബന്ധിച്ച് സമകാലികമായിട്ടുള്ള ഫത്വ നൽകാൻ കഴിയുന്ന പണ്ഡിതന്മാരുടെ അഭാവമുണ്ടായി, ഒരു നേതൃത്വത്തിന്റെ അഭാവമുണ്ടായി. അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചുവെങ്കിലും നേരത്തെ അവർ വെച്ചു പുലർത്തിയിരുന്ന അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും തങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള വിശ്വാസങ്ങളും വീണ്ടും അവർ ഈ സന്ദർഭത്തിലും വെച്ചു പുലർത്തുകയാണ് ചെയ്തത്. അവരെ യഥാർത്ഥ ശിലയിലേക്ക് തിരിച്ചു വിളിക്കുവാൻ നവോത്ഥാനം നടക്കാതെ പോയി എന്നുള്ളതാണ്. 19ാം നൂറ്റാണ്ട് കാണുന്ന കാഴ്ച എന്താണ്? മുസ്ലിങ്ങൾ എന്ന പേരിന് മാത്രം എല്ലാ തരത്തിലുള്ള അന്യമതസ്ഥരുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും സ്വീകരിച്ചു പോന്നു. അമുസ്ലിം സഹോദരങ്ങൾ നടത്തുന്ന പൂരങ്ങളിലും ഉത്സവങ്ങളിലും മുസ്ലിങ്ങളും സാധാരണയായി പങ്കെടുക്കുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ ഇരിക്കെയാണ് ഒരു നാളിൽ കൊടുങ്ങല്ലൂരിലെ ഉത്സവ പറമ്പുകളിലേക്ക് ഒരൊറ്റ മാപ്പിളയും കടന്നു വന്നു പോകരുത് എന്നുള്ള പ്രഖ്യാപനമുണ്ടായത്. അതിനെതിരെ ഇവിടുത്തെ മാപ്പിളമാർ തീരുമാനിച്ചു, എങ്കിൽ ഞങ്ങളും ഒരു മാപ്പിളപ്പൂരം ഉണ്ടാക്കുമെന്ന്. അതിനുവേണ്ടി അവർ തെരഞ്ഞെടുത്തത് നമ്മുടെ സഹോദര സമുദായങ്ങൾ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള പൂരങ്ങളും ഉത്സവങ്ങളും ഉണ്ടാക്കിയപ്പോൾ മാപ്പിള സമുദായം മാപ്പിളപ്പൂരത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലെ ഷെയ്ഖ് ഫരീദ് ഔലിയുടെ മക്ബറയായിരുന്നു. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ മാപ്പിള പൂരം അരങ്ങേറി. ഇവിടെയുമുണ്ട് ആനകള്, അവിടെയുമുണ്ട് ആനകള്, ഇവിടെയുമുണ്ട് ചെണ്ടകൊട്ടുകള്, അവിടെയുമുണ്ട് ചെണ്ടകൊട്ടുകള്, ഇവിടെയുമുണ്ട് വരവുകള്, അവിടെയുമുണ്ട് വരവുകള്, ഇവിടെയുണ്ട് കരിമരുന്ന് പ്രയോഗം, അവിടെയുമുണ്ട് കരിമരുന്ന് പ്രയോഗം, ഇവിടെയുണ്ട് കഞ്ചാവടി, അവിടെയുമുണ്ട് കഞ്ചാവടി, ഇവിടെയുണ്ട് ഷീട്ടുകളി, അവിടെയുമുണ്ട് ഷീട്ടുകളി. അങ്ങനെ ഉത്സവ പറമ്പുകളിലും പൂരപ്പറമ്പുകളിലും നടക്കുന്ന അനാചാരങ്ങളും ദുരാചാരങ്ങളും അധാർമികതകളും എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ ഉറൂസുകളിലും മാപ്പിളപ്പൂരങ്ങളിലും അഥവാ നേർച്ചകളിലും കാണാൻ കഴിയുന്ന ഒരു ദയനീയമായ കാഴ്ച തന്നെയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. എന്നും നമുക്ക് ആ തരത്തിലുള്ള നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരത്തരത്തിലുള്ള വിചാരങ്ങളിൽ നിന്ന് മാറി യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇപ്പോൾ ചിലർക്ക് തോന്നുകയാണ് അവർ കല്ലും മുള്ളും താണ്ടിക്കടന്ന ആ കാട്ടുപാത ഇന്ന് നമുക്കൊരു പൂമത്തയായി അനുഭവപ്പെടുമ്പോൾ, ആ പൂമത്തയിൽ കിടന്നുകൊണ്ട് സുഖിക്കുമ്പോൾ അവർ നടത്തിയിട്ടുള്ള ത്യാഗോജ്ജല പോരാട്ടത്തിന്റെ ഫലമായി നാം നേടിയെടുത്തിട്ടുള്ള ഒരുപാട് ഭൗതികമായ വിഭവങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിൽ നമ്മൾ ഇവിടെ പറുദിസയിൽ ആറാടുമ്പോൾ, നീരാടുമ്പോൾ ചിലർക്ക് തോന്നിപ്പോവുകയാണ്, ഇനി എന്ത് പ്രസ്ഥാനം, ഏത് പാർട്ടി, എന്ത് പാർട്ടി, എല്ലാ പാർട്ടിയും കണക്ക, എല്ലാ സംഘടനയും കണക്ക, എനിക്കിനി എന്റെ ജോലി, എന്റെ ശമ്പളം, എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ കാര്യം മാത്രം എന്ന് ചിന്തിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് വിട പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഇല്ല എന്ന് പറയുന്ന ആളുകളൊന്ന് ചരിത്രം വായിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, അപ്പോൾ
നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ സകല മനുഷ്യർക്കും എന്ത് നേട്ടം കിട്ടി എന്നുള്ളതിന് ഉത്തരം ചരിത്രത്തിന്റെ വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മഹാന്മാരായ പ്രവാചകന്മാരെ എപ്പോഴാണ് അല്ലാഹു അയക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു സൂക്തമുണ്ടല്ലോ, كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه. മനുഷ്യരെല്ലാം ഒരൊറ്റ സമുദായമായിരുന്നു. ആദമിന്റെയും ഹവ്വായുടെയും മക്കൾ അവർ ഏകനായ അല്ലാഹുവിനെ റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു. പിന്നെ അവർക്കിടയിൽ വിശ്വാസപരമായിട്ടുള്ള ജീർണതകൾ പുഴുക്കുത്തുകളുണ്ടായി. സൃഷ്ടാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് പകരം സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സൃഷ്ടാവിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധനകളും അർച്ചനകളും നേർച്ചകളും വഴിപാടുകളും സൃഷ്ടികൾക്ക് സമർപ്പിക്കുവാൻ തുടങ്ങി. ഈ ഒരവസ്ഥയുണ്ടായപ്പോൾ ജനങ്ങളെ ആദിമവിശുദ്ധിയിലേക്ക് തിരിച്ചു വിളിക്കലായിരുന്നു പ്രവാചകന്മാരുടെ ദൗത്യമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അവർക്കിടയിൽ ഏതൊരു വിഷയത്തിലാണോ ഭിന്നിപ്പുണ്ടായിട്ടുള്ളത് ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു പ്രവാചകന്മാർ കടന്നു വന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായത്തിലെ 48-ാമത്തെ വചനം ഞാൻ ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച ആയത്താണത്. അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചിട്ടില്ല ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിട്ടല്ലാതെ. എന്താണത്? വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പാത സ്വീകരിച്ചുകൊണ്ട് പ്രമാണങ്ങളിൽ നിന്ന് മതത്തെ സ്വീകരിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുണ്ടോ അവർക്ക് നാളെ അഥവാ മരണാനന്തര ജീവിതത്തിൽ സുഖവും സന്തോഷവും സ്വർഗീയ ജീവിതവുമുണ്ട് എന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുവാനാണ് പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ പ്രമാണങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് പാരമ്പര്യത്തിന്റെ വക്താക്കളെന്ന് അവകാശപ്പെട്ട് സകലവിധ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും വാരിപ്പുണർന്നുകൊണ്ട് സൃഷ്ടാവിന്റെ വിധിവിലക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദേഹേച്ഛകൾക്ക് വശംവദനായി ജീവിച്ചാൽ അവരുടെ മരണാനന്തര ജീവിതം വേദനാജനകം. അബ്ദുസ്സലാം സാഹിബ് ഇവിടെ നല്ല ഒരു പ്രഭാഷണം നടത്തിയ അഷ്റഫ് ചെട്ടിപ്പടി, അബ്ദുസ്സലാം പാലപ്പറ്റ, അബ്ദുൽ മജീദ് മാസ്റ്റർ, ഉബൈദുള്ള സാഹിബ്, വേദിയിലുള്ള മറ്റ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നലെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അവിചാരിതമായി ഉണ്ടായ ഒട്ടേറെ തിരക്കിട്ട പരിപാടികൾ കൊണ്ടാണ് ഇന്നലെ എത്തിച്ചേരാൻ കഴിയാതെ വന്നത്. രാത്രി വളരെ വൈകി ഇവിടെ എത്തിയെങ്കിലും ഇപ്പോഴേക്കും പരിപാടി അവസാനിച്ചിരുന്നു. ഇന്ന് ഇവിടെ വന്നപ്പോൾ നല്ല ഒരു പ്രഭാഷണത്തിനിടയിലാണ് അത് തടസ്സപ്പെടുത്തുന്ന വിധം നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനത്തിൻ്റെ ഒരു ലഘു വിവരണമാണ് ഇവിടെ നടത്തിയത്. കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇവിടുത്തെ പണ്ഡിതന്മാരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഉമറാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു വലിയ നവോത്ഥാന മുന്നേറ്റമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ മുസ്ലിം സമുദായത്തിന് ആകത്തുക വളർച്ചയ്ക്ക് കാരണമായി ഭവിച്ചത്. ലോകത്ത് നല്ല മഹാപണ്ഡിതന്മാർ ജനിച്ച ഒരുപാട് സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. നമുക്കറിയാം, ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാജസ്ഥാൻ മണ്ണ്, ഷാ വലിയുല്ലാഹ് ദഹ്ലവിയും അഹമ്മദ് ഷഹീദും അഹമ്മദ് സർഹിന്ദും ജനിച്ച ഉത്തരേന്ത്യയുടെ മണ്ണ്, അവിടെ ഇന്നും ആ മഹാന്മാരുടെ ജന്മമുണ്ടായി. അവരുടെ കാലഘട്ടം കഴിഞ്ഞു എന്നതിനപ്പുറം അവർക്ക് ശേഷം ഇസ്ലാമിക സമൂഹത്തിന് ഒരു വലിയ വളർച്ചയുടെയോ വികാസത്തിന്റെയോ നവോത്ഥാനത്തിന്റെയോ ചരിത്രം രേഖപ്പെടുത്താൻ കഴിയാതെ പോയി. കാരണം അതിനെ തുടർന്ന് അതിനനുസൃതമായുള്ള ഒരു ഉലമ ഉമറ ബന്ധത്തിലൂടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ അവിടങ്ങളിലൊന്നും സാധിച്ചില്ല എന്നതാണ് അതിന്റെ കാരണം. പക്ഷെ
കേരളീയ സമൂഹം അങ്ങനെ ആയിരുന്നില്ല. കേരളത്തിൽ ഇസ്ലാമിക പ്രബോധന കാലഘട്ടം മുതൽ നല്ല പണ്ഡിത സമൂഹവും ആ പണ്ഡിത സമൂഹത്തോടൊപ്പം നിന്നുകൊണ്ട് സമൂഹത്തിനു വേണ്ടി നന്മ ചെയ്യാൻ കഴിയുന്ന, ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഉമറാക്കളെയും സൃഷ്ടിക്കാൻ സാധിച്ചു എന്നതിൽ ഒരു വലിയ പങ്കുവഹിക്കാൻ സാധിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ വളരെ വലിയ മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ലക്ഷ്യബോധമില്ലാത്ത ഏത് മുന്നേറ്റവും അതിന് അന്തിമ ഫലം കണ്ടെത്താൻ കഴിയില്ല. ഇപ്പോൾ നമുക്കറിയാം, ലോകത്ത് എല്ലായിടത്തും ഇസ്ലാമിക യുവതയുടെ പുതിയ മുന്നേറ്റം നടക്കുകയാണെന്നാണ് പറയുന്നത്. അതിന് മുല്ലപ്പൂ വിപ്ലവം എന്ന് പേരിട്ടാലും അല്ലെങ്കിൽ ഇസ്ലാമിക വസന്തം എന്ന് പേരിട്ടാലും ഏത് പേരിട്ടാലും ആ പേരിടുന്ന വിപ്ലവത്തിന്റെയൊക്കെ ഒരു അനന്തരഫലമുണ്ട്. സത്യത്തിൽ ഒരുപാട് ഭരണകൂടങ്ങളെ ഒരുപാട് മുസ്ലിം രാഷ്ട്രങ്ങളിൽ മാറ്റാൻ ആ വിപ്ലവത്തിന് സാധിച്ചിട്ടുണ്ട്. അത് തുനീഷ്യയിലായാലും ഈജിപ്തിലായാലും സിറിയയിലായാലും ഇവിടങ്ങളിലൊക്കെയുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഈ അറബ് വസന്തം നമുക്കറിയാം. പക്ഷെ അവിടെയൊക്കെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആ ഓരോ വിപ്ലവത്തിന് ശേഷവും പിന്നീടുണ്ടായ അനന്തരഫലം എന്താണ്? നിങ്ങളൊക്കെ വാർത്താമാധ്യമങ്ങൾ വായിക്കുന്നവരാണ്. കാരണം ഒരു ഭരണകൂടത്തെ മാറ്റിയെങ്കിലും പിന്നീട് അവിടെ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സത്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. വിനോദത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട ഫുട്ബോൾ മേളകൾ പോലും രക്തം ചാലിട്ടൊഴുകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആ രാജ്യങ്ങളിലൊക്കെ. അവിടെ സത്യത്തിൽ ഇരുചേരികളായി മനുഷ്യൻ റോഡിൽ ഏറ്റുമുട്ടുന്നു. ഇതിന്റെയൊക്കെ കാരണം എന്താണ്? ഇസ്ലാമിക സമൂഹത്തിന്റെ നന്മ എന്ന് പറയുന്നത് ഒരു വിപ്ലവം വിതക്കാനുള്ളതല്ല, അതിനപ്പുറം അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു ജീവിത ശൈലി സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെന്നുള്ളതാണ്. കേരളത്തിലെ മുസ്ലിം സമുദായം മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയായി അഭിമാനത്തോടു കൂടി കാഴ്ചവെക്കുന്നതും എന്ത് നല്ല നന്മയും ആ നന്മയുടെ അനന്തരഫലം സമൂഹത്തിനും സമുദായത്തിനും ഗുണപരമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു നല്ല ശൈലി സ്വീകരിക്കുന്നു എന്നതാണ്. ആ ശൈലി സ്വീകരിക്കുക എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്ത എല്ലാ സേവനങ്ങളുടെയും കാതൽ. ഇവിടെ സൂചിപ്പിച്ചു, ഇവിടുത്തെ ദീനീ പ്രവർത്തന രംഗത്ത്, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത്, അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം സാധ്യമാക്കിയെടുക്കുന്നതിന് ഒരു സമൂഹത്തെ ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് നയിക്കുന്നതിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ വഹിച്ച പങ്കിനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള എല്ലാ സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى.